ഞാൻ +2 സയൻസ് എടുത്ത സ്റ്റുഡൻ്റ് ആയിരുന്നു. ബട്ട് എനിക്ക് സയൻസ് സബ്ജക്റ്റിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല. അപ്പോഴാണ് പിന്നെ കൊമേഴ്സിലോട്ട് വരാമെന്ന് പറഞ്ഞ് ഞാൻ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പിന്നെ ACCA ജോയിൻ ചെയ്തത്. ACCA അങ്ങനെ ഭയങ്കര ഡിഫിക്കൽട്ട് കോഴ്സാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് പാസ്സാകാൻ പറ്റാവുന്ന ഒരു പേപ്പർ തന്നെയാണ് ACCA. എനിക്ക് രണ്ടും ഫസ്റ്റ് വീക്കായിരുന്നു. ഞാൻ റിമോട്ട് എക്സാം ആയിരുന്നു ബുക്ക് ചെയ്തത്. എനിക്ക് എക്സാം കുഴപ്പമില്ലായിരുന്നു. 2 പേപ്പർ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും രണ്ടും പാസ്സാവണം എന്നുള്ളതായിരുന്നു മെയിനായിട്ടുള്ള എയിം. പിന്നെ രണ്ടും ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു. 2 ഓപ്ഷണൽ പേപ്പേഴ്സ് ആയിരുന്നു. അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റും അഡ്വാൻസ്ഡ് ടാക്സും ആയിരുന്നു. പിന്നെ എക്സാം കുറച്ച് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്തു എക്സാം എഴുതുന്ന ടൈമിൽ. എനിക്ക് കാരണം അത് എഴുതുന്ന ടൈമിൽ അറിയില്ലല്ലോ എത്രത്തോളം കറക്റ്റാണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. ബട്ട് റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ഹാപ്പിയായി. 2 പേപ്പറും പാസ്സായി. പിന്നെ എല്ലാ ACA സ്റ്റുഡൻസിനെയും പോലെ തന്നെ അന്ന് ഉറങ്ങാൻ പറ്റാത്ത ഭയങ്കര ടെൻഷനുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. എക്സാം ഡേയും റിസൾട്ട് വരുന്ന ദിവസവും 2 ദിവസം ഭയങ്കര ടെൻഷനുള്ള ഒരു ദിവസം തന്നെയായിരുന്നു. ആക്ച്വലി ഞാൻ ഒരു 12 AM ശേഷം ഞാൻ 1 hour 2 hour കൂടുമ്പോൾ എണീക്കും. ഉറങ്ങുന്നില്ല ആക്ച്വലി. എണീറ്റ് ടൈം നോക്കും, പിന്നെയും കിടക്കും, പിന്നെയും ടൈം നോക്കും. 4:30 കറക്റ്റ് 4:33 ആയപ്പോഴാണ് എനിക്ക് റിസൾട്ട് വരുന്നത്. അപ്പം തന്നെ റിസൾട്ട് വന്നു. അപ്പം തന്നെ പിന്നെ പാരൻസിനോട് പറഞ്ഞു. ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. കാരണം 2 പേപ്പർ എന്ന് പറയുമ്പം പല രീതിക്ക് റിസൾട്ട് വരാം. 2 ഫെയിലാവാം, 2 പാസ്സാവാം, അല്ലെങ്കിൽ 1 പാസ്സാവാം, 1 ഫെയിലാവാം, എങ്ങനെയും ആവാം. അപ്പോൾ 2ഉം പാസ്സാവണം. ഇത്രയും എഫേർട്ട് ഇട്ടതാണ്. ആ ടൈമിൽ ഭയങ്കര ഹാപ്പിനെസ് തോന്നും. ഭയങ്കരമായിട്ട് ഒരു എന്താ പറയുക, കരച്ചിലൊക്കെ വരും. ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആയിരിക്കും അത്. ഈ 77 ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഞാനും എക്സൈറ്റഡ് ആയി. ഞാൻ ഇത്രയും എക്സ്പെക്റ്റ് ചെയ്തില്ല. കാരണം ഇത്രയും എഴുതിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ലല്ലോ എത്രത്തോളം കറക്റ്റാണ് എഴുതിയത് എന്ന് നമുക്കറിയില്ല. ആ ടൈമിൽ ആ ഒരു എക്സാം പ്രഷറിൽ നമ്മൾ എന്ത് തിങ്ക് ചെയ്തു എന്ന് നമുക്കൊന്ന് റീക്യാപ്പ് ചെയ്യാനും എക്സാം കഴിഞ്ഞ് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എല്ലാവരെയും പോലെ തന്നെ മാർക്ക് കാണുമ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു 77.